ഹലോ, എൻ്റെ ബിസിനസ് ജേണിയുടെ പാർട്ട് 1 വീഡിയോ ആണിത്. ഞാൻ എനിക്ക് വർക്കൗട്ട് ആയ കുറച്ച് കാര്യങ്ങളും എൻ്റെ ബിസിനസിന്റെ സ്റ്റോറിയൊക്കെയാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുവാണെങ്കിലും ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് കസ്റ്റമേഴ്സിന് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടൊക്കെ തോന്നും, പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ എത്രയും വേഗം ആ വിശ്വാസം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. വിശ്വാസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരിക്കലും നമ്മൾ കുടുംബക്കാര്, നാട്ടുകാര്, കൂട്ടുകാര്, അങ്ങനെ നമ്മളെ അറിയുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ട് കൂട്ടാൻ പാടില്ല. അതായത് ഇവരിലൊക്കെ നമ്മുടെ സംരംഭം വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമുക്ക് ഓർഡർ തരും. പക്ഷെ ആ ഓർഡറുകൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അത് 1-2 മാസത്തിലൊക്കെ അവസാനിക്കുന്ന ഓർഡേഴ്സ് ആയിരിക്കും. പിന്നെ അവർ ഓർഡർ തരില്ല എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ ഓർഡർ ഒക്കെ തരും. പക്ഷെ അവരല്ല നമ്മുടെ യഥാർത്ഥ കസ്റ്റമേഴ്സ്. എന്തെങ്കിലും ഒരു ദിവസം ഒരാൾ നമ്മളെ കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരാൾ നമ്മൾ ചെയ്ത ഒരു വർക്ക് മാത്രം കണ്ട് ഓർഡർ തന്നാൽ അതാണ് നമ്മുടെ ബിസിനസിന്റെ വിജയത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ നമ്മളെ വിശ്വസിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അതായത് നമ്മൾ എവിടുന്ന് കോപ്പി ചെയ്തതാവരുത്. കോപ്പി ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, കോപ്പി ചെയ്യാം. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അത് നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി അതിൽ വേണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ പേജിൽ എല്ലാം യുണീക്ക് ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊന്നും അല്ല ഉള്ളത്. ഞാനും പിൻട്രസ്റ്റിലൊക്കെ കണ്ട ചിത്രങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതൊക്കെ ചെയ്താണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ വരിക. 2011 ഞാൻ ആദ്യമായിട്ട് കേരള സാരിയിൽ പെയിന്റ് ചെയ്യുന്നത്. അത് എന്റെ സ്വന്തം ഡിസൈൻ ഒന്നും ആയിരുന്നില്ല. ഗൂഗിളിൽ നോക്കിയിട്ട് നല്ലൊരു ഇമേജ് കണ്ടപ്പോൾ അത് കോപ്പി ചെയ്തതാണ്. ഗൂഗിളിൽ കണ്ടത്ര ഭംഗിയിലൊന്നും വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനത് എങ്ങനെയൊക്കെ ഒപ്പിച്ചു. അങ്ങനെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ നമുക്ക് എല്ലാ വർക്കും ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പെയിന്റ് ചെയ്ത കേരള സാരിക്ക് ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ സ്റ്റോറി ആയിട്ട് അടുത്ത പാർട്ടിൽ കാണാം. ബൈ.